നടൻ ജയറാമിന്റെ ഒരു പ്രതികരണം ലഭിക്കുകയാണ്. കാരണം അദ്ദേഹം ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നു സ്വർണ്ണക്കൊള്ളക്കേസ്. ജയറാം ഇഡിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. എന്താണ് പറയാനുള്ളത്? അത് അവരോടല്ലേ പറയുന്നത്. ഓറം തുറന്ന് ഇറങ്ങട്ടെ ഒന്ന്. ജയറാം ഈ ജയറാം ഇറങ്ങുന്ന ദൃശ്യങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്. ജനം ആദ്യം കാര്യം ചെയ്യാം. ഞാൻ ഗേറ്റിന്റെ ഉയർത്തുമായി വന്നിട്ട് അവിടെ വെക്കാം. ഗേറ്റിന്റെ അവിടെ സ്വർണ്ണക്കൊള്ളക്കേസിൽ ആണ് ഇപ്പോൾ നടൻ ജയറാമിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും വിളിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട്, എന്നാൽ സാമ്പത്തികമായി മറ്റ് ഇടപാടുകളോ തട്ടിപ്പിൽ പങ്കോ ഇല്ല എന്ന് വ്യക്തമാക്കിയതാണ്. ഈ ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി ഉപയോഗിച്ചുകൊണ്ട് പൂജ നടത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടൻ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഇപ്പോഴിതാ അദ്ദേഹം മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നു. ഓക്കെ, പറഞ്ഞേക്കട്ടെ. പറയട്ടെ. നമസ്കാരം. ശബരിമല എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യേക വികാരമാണ്. എത്രയോ ക്ഷേത്രങ്ങൾ നമുക്കുണ്ടെങ്കിലും ശബരിമല എന്ന് പറയുന്നത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ജാതി മത ഭേദമന്യേ അവരെത്തുന്ന പുണ്യ സ്ഥലമാണ്. അപ്പൊ അവിടെ ഇത്തരം സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. ആ ഒരു മലയാളിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും. പറയട്ടെ ബാക്കി. ഈ കഴിഞ്ഞ 10-38 വർഷക്കാലം കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള പൂജ, അല്ലെങ്കിൽ ആനയെ നടക്കിരത്തില് ആനക്കൊട്ടിൽ സമർപ്പണം, നട സമർപ്പണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജ കാര്യങ്ങൾ, ഇതിനൊക്കെ ആദ്യം ക്ഷണിക്കുന്നത് എന്നെയാണ്. ഞാൻ കഴിവതും പോകാറുണ്ട്. അത്തരത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും എന്നെ പൂജയ്ക്ക് വിളിക്കുകയും ഈ നട കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ എന്നെ പല പ്രാവശ്യം ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയും ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഇതിന്റെ പുറകിലുണ്ട്. അപ്പോ എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ 1-2 കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം നല്ല പര്യവസാനിക്കട്ടെ, ഭംഗിയായിട്ട് തന്നെ. ഇനിയും പുറമെ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ, അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ വിടുക. അവരൊക്കെ 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഭക്തനാണ് ഞാൻ. അപ്പോൾ എന്റെയും കൂടി കടമയാണ് ഇത് ക്ലീനായിട്ട് ഇത് ചെയ്യാൻ. സന്തോഷം. യെസ്, അതായത് നടൻ വീണ്ടും ഇഡിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങളോ ഒന്നും ഉണ്ട് എന്ന് നേരത്തെ തന്നെ അദ്ദേഹം അതെല്ലാം നിഷേധിക്കുന്ന സാഹചര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയിരുന്നുവെന്നും അവിടെ പൂജ നടത്തിയിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ചിത്രങ്ങൾ അടക്കം നേരത്തെ പുറത്തു വരികയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ കേസിൽ സാമ്പത്തികമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറ്റാരെങ്കിലുമൊക്കെയായി ബന്ധമുണ്ടോ, ഏത് തരത്തിൽ എങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി നടൻ ജയറാമുമായുള്ള ബന്ധം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ നിരവധിയായ സംശയങ്ങൾക്ക് ഇനിയും മറുപടി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാകണം ഒരുപക്ഷെ ഈ കേസിൽ നേരിട്ട് ഇതുവരെയും ഏതെങ്കിലും തരത്തിൽ നടൻ ജയറാമിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ബന്ധമുണ്ട് എന്ന നിരീക്ഷണത്തിലേക്കൊന്നും അന്വേഷണ സംഘം പോകുന്നില്ല. പക്ഷേ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റോൾ, അല്ലെങ്കിൽ മറ്റു കൂടുതൽ ആളുകളുമൊക്കെയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടായിരുന്നു, ഇക്കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. നവമി, ഇപ്പോഴിതാ ഇഡിക്ക് മുന്നിലേക്ക് ജയറാം എത്തിയിട്ടുണ്ട്. നമുക്ക് അറിയില്ല ഇനി എത്ര നേരത്തെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന്. നേരത്തെയും ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിച്ചതാണ്. എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
അഭിലാഷ്, എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നടൻ ജയറാം എത്തിയിരിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ 11 മണിക്ക് ചോദ്യം ചെയ്യൽ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. എന്നാലും സാമ്പത്തിക ഇടപാടുകളൊന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഇതിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ പുറത്തു വരണം എന്നീ കാര്യങ്ങൾ തന്നെയാണ് ജയറാം ഇപ്പോൾ മാധ്യമങ്ങളോടായി പറഞ്ഞത്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിലുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളിൽ പ്രധാനമായും ഉള്ളത് ജയറാമിന്റെ ചെന്നൈയിലുള്ള വീട്ടിൽ വെച്ച് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടക്കം എത്തിച്ച് അവിടെ പൂജ ചെയ്യുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ജയറാമിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമെന്ത്, അങ്ങനെ വീട്ടിലെത്തിച്ച് ഒരു പൂജ നടത്തണമെങ്കിൽ അത്രയുള്ള ബന്ധം, സൗഹൃദം ഇവർ തമ്മിലുണ്ടായിരുന്നു എന്നീ കാര്യങ്ങളിലായിരുന്നു പ്രധാനമായും SITയുടെ അന്വേഷണം ഉണ്ടായിരുന്നത്. അതിലൊക്കെ കൃത്യമായി SIT കണ്ടെത്തിയത്, അല്ലെങ്കിൽ ജയറാം അന്ന് SITക്ക് മൊഴി നൽകിയത് പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ ശബരിമലയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നോട് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അടക്കം വീട്ടിലെത്തിച്ച്, അല്ലെങ്കിൽ ശബരിമലയിലെ തന്നെ വിശിഷ്ടമായിട്ടുള്ള വസ്തുക്കൾ വീട്ടിലെത്തിച്ച് പൂജ ചെയ്തു കഴിഞ്ഞാൽ അത് വീട്ടിൽ ഐശ്വര്യമുണ്ടാകുമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അന്ന് ചെന്നൈയിലെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വസ്തുക്കളുമായി, അമൂല്യ വസ്തുക്കളുമായി അവിടെ എത്തുകയും പൂജ ചെയ്യുകയും ഒക്കെ ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഇത്രയും വലിയ കൊള്ള നടന്നു എന്നോ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കൊള്ളയ്ക്ക് പ്രതിയായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കൊള്ള നടത്തിയ ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് വലിയ ഒരു സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ജയറാം SITക്ക് മുന്നിൽ നൽകിയ മൊഴിയിൽ പറയുന്നത്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ EDയുടെ ചോദ്യം ചെയ്യലിനും ജയറാം എത്തുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും താൻ വലിയൊരു അയ്യപ്പ ഭക്തനാണ്, ശബരിമലയിൽ ഇത്തരത്തിൽ വലിയൊരു കൊള്ള നടന്നിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ തനിക്കറിയില്ല, അല്ലെങ്കിൽ ഇത്രയും വലിയ സാമ്പത്തിക ഇടപാടൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടില്ല എന്ന് തന്നെയാണ് ജയറാം ഉടനീളം പറഞ്ഞു വെക്കുന്നതും. എന്തായാലും 11 മണിക്ക് തന്നെ ജയറാം ഇവിടെ ED ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട് അഭിലാഷ്, ഇതിൽ കൽപേഷ് കൂടി ഇന്ന് അല്പസമയം മുമ്പ് 10 മണിയോട് കൂടി തന്നെ ഹാജരായിട്ടുണ്ട്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച ഈ സ്വർണ്ണപ്പാളികളിൽ നിന്നും സ്വർണം വേർതിരിച്ച ശേഷം അത് ബെല്ലാരിയിലെ ഗോവർദ്ധനിലേക്ക് എത്തിച്ചതിൽ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് കൽപേഷ് ആയിരുന്നു. കൽപേഷിനെ ഇന്നലെ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. എന്തായാലും ഇന്നലെ എത്താത്ത സാഹചര്യത്തിൽ കൽപേഷും ഇന്നിവിടെ EDക്ക് മുന്നിലുണ്ട്. അങ്ങനെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട EDയുടെ 2 ചോദ്യം ചെയ്യലുകൾ, 2 വ്യക്തികളാണ് ഇന്ന് EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുള്ളത്. ഒന്ന് നടൻ ജയറാം, മറ്റൊന്ന് കൽപേഷ്. അങ്ങനെ 2 പേരുടെ ചോദ്യം ചെയ്യൽ ഇവിടെ പുരോഗമിക്കുമ്പോൾ ഏറെ നിർണായകമായ നീക്കങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ അന്വേഷണ ഘട്ടങ്ങളിലേക്ക് തന്നെയാണ് ED കടക്കുകയും ചെയ്തത്. ജയറാമിനെ സംബന്ധിച്ച് നമുക്കറിയാം, ശബരിമല ഭക്തനായിട്ടുള്ള ഒരാൾ തന്നെയാണ് ജയറാം. മകരവിളക്കിനെല്ലാം തന്നെ എല്ലാ വർഷവും ശബരിമലയിൽ എത്തുന്ന ഒരു വ്യക്തിയാണ്. അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായുള്ള ഒരു ഇടപാട് താനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടില്ല എന്ന് തന്നെയാണ്